എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റൈലിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Childlike expression, harmony, protection, innocence, reflection, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം നിങ്ങൾ കുറച്ച് കുട്ടിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ച് പക്വതക്കുറവ് ആണ് എന്ന് ചില ആളുകൾക്ക് തോന്നിയേക്കാം. നിങ്ങൾ കുട്ടികളെ പോലെ പെരുമാറുന്നു അല്ലെങ്കിൽ പക്വത കുറച്ച് കുറവാണ് നിങ്ങൾക്ക് എന്നുള്ളൊരു ചിന്ത ചില ആളുകളിൽ തോന്നിയേക്കാം. ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ വളരെ ബാലിഷ്യമായിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പെട്ടേക്കാം. പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അവസാനം നിങ്ങളത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി കാലങ്ങളായിട്ട് എവിടെയെങ്കിലും യാത്ര പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ കുടുംബത്തിലെ സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് യാത്ര പോകാൻ പറ്റിയൊരു സമയമായിരിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഒരു പക്വതയോ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ളൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, കാരണം മറ്റുള്ള കാര്യങ്ങൾക്ക് പലതും മാറ്റിവെച്ച് നിങ്ങളുടെ പല കാര്യങ്ങളും ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫൈനലി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇത് കുറേ നാളുകളായിട്ട് മാറ്റിവെക്കുന്നതാണ്. ഇനി ഈ ഒരു കാര്യത്തിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആവാം. അത് പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്ഥിരമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരിൽ അതൊരു നീരസം ചിലപ്പോൾ ഉണ്ടാക്കിയേക്കും. കാരണം ഇതാണിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ പലപ്പോഴും മാതാപിതാക്കളാണെങ്കിൽ കുട്ടികളുടെ കാര്യമായിരിക്കും. അപ്പോൾ കുട്ടികളുടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പഠിക്കുന്ന കാര്യങ്ങളോ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. ഏതെങ്കിലും പുതിയൊരു വസ്ത്രം വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യമായിരിക്കാം. എപ്പോഴും മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആവാം. അത് പലപ്പോഴായിട്ട് മാറ്റിവെച്ചൊരു കാര്യം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ബാല്യകാലത്തിൽ ഒത്തിരി നിങ്ങൾ ചെറുപ്പത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ എന്തോ ഒന്ന് നിങ്ങൾ വാങ്ങിക്കുന്ന ബാല്യത്തിലെ മുതലുള്ള ഒരു ആഗ്രഹമായിരിക്കും. ആ ഒരു ആഗ്രഹം നിങ്ങൾ സഫലീകരിക്കുന്നതിനുള്ള ഒരവസരം ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്വന്തമായിട്ട് കാറ് വാങ്ങിക്കുന്ന സാഹചര്യമായിരിക്കാം. നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ആഗ്രഹിച്ചൊരു വലിയൊരു ആഗ്രഹമായിരിക്കാം. ആ ഒരു ആഗ്രഹം കാലാകാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. മനസ്സിൽ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം സാധ്യമാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം. മണി എനർജിയാണ്. അതേപോലെ പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക്. അപ്പോൾ വിവാഹം അടുത്തിടയ്ക്ക് കഴിയുന്നവരാണെങ്കിൽ പ്രഗ്നൻസി സിറ്റുവേഷൻസ് സാധ്യത കൂടുതൽ. അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ചികിത്സ എടുക്കുന്നവർ ഇപ്പോൾ IVF മറ്റെന്തെങ്കിലും തരത്തിൽ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ്, ഗുളികകൾ, മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരോ അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രഗ്നൻസിക്കുള്ള നല്ലൊരു അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റിയൊരു സമയമാണ്. എന്തെങ്കിലും മെഡിസിനോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു മാസമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മാസം മൊത്തത്തിൽ കുട്ടികൾ ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികളായിട്ട് ഒത്തിരി സമയം ചിലവഴിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രായമായിട്ടുള്ളവരാണെങ്കിലും അല്ലാത്തവരായാലും ആരായാലും കുട്ടികളായിട്ട് ഒത്തിരി സമയം ചിലവഴിക്കാനുള്ളൊരു അവസരം കാണിക്കുന്നുണ്ട്. അതേപോലെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം കലാകാരിമാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ പ്രധാനപ്പെട്ടൊരു മാസമാണ് ഈ ഒരു മാസം. നിങ്ങൾ കലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ ആർട്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളിപ്പോൾ ഒരു മ്യൂസിക് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, ആർട്സ് കോളേജിൽ പഠിക്കുന്നവരാണ്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സിനിമ, സീരിയൽ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കലാപരമായിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കഴിവുകളുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പൊതുവേ ഒരു ദൈവാനുഗ്രഹമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രമിച്ചിട്ട് തോറ്റുപോയ കാര്യങ്ങൾ വീണ്ടും ശ്രമിക്കുക. അതായത് ഇപ്പോൾ എൻട്രൻസിന് എഴുതിയിട്ടുള്ളവർ സെക്കൻഡ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നവരോ തേർഡ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നവരോ ഒക്കെ സാധ്യതകളുള്ള സമയമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവർ ഏത് തരത്തിലും
എന്തെങ്കിലും പാളിപ്പോയിട്ടുള്ള പരീക്ഷണങ്ങൾ വീണ്ടും ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. ഈ തവണ നിങ്ങൾക്ക് വിജയസാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ബാങ്ക് ടെസ്റ്റ് എഴുതുന്നവർക്ക് പ്രത്യേകിച്ച് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ് എഴുതിയിട്ടും റിസൾട്ട് കാത്തിരിക്കുന്ന, റിസൾട്ട് വരുന്നത് ഈ ഒരു മാസമാണെങ്കിൽ അവിടെ വിജയസാധ്യതകൾ കൂടി നിൽക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതേപോലെ സിവിൽ സർവീസ് പോലുള്ള കാര്യങ്ങൾ, എക്സാംസ് എഴുതുന്നവർ, നെറ്റ് അതുപോലുള്ള മറ്റ് എക്സാംസ് ഒക്കെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതകൾ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സാധ്യതയുള്ളൊരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പിന്നെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ഈ ഒരു സമയത്ത്, ഈ ഒരു മാസം വിദേശത്ത് വേണ്ടി പോകാൻ ശ്രമിക്കുന്നവർ ഒന്നുകിൽ അതിൻ്റെ തുടക്കം നവംബർ മാസത്തിൽ തന്നെ തുടങ്ങി വയ്ക്കുക, അതല്ല എങ്കിൽ ജനുവരിയിലേക്ക് മാറ്റുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ ഒരു മാസം തുടങ്ങുന്നത്, അതായത് ഓൾറെഡി വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു മാസം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതോ ആയിട്ട് വേണ്ടിയിട്ടുള്ള കാര്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് വിദേശത്ത് പോകാൻ IELTS പോലുള്ള പരീക്ഷകൾ എഴുതാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ എഴുതുന്ന ആളുകൾ, അതിന് ആപ്ലിക്കേഷൻസ്, അതായത് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ട് ഡിസംബറിൽ എക്സാം ആണ് എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു മാസം ആദ്യം പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ആണ് എങ്കിൽ സാധ്യതകൾ കുറവാണ് എന്ന് തന്നെ പറയാം. വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനൊരു സാധ്യത കാണിക്കുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് അല്ലാത്ത പക്ഷം പൊതുവിൽ കോമ്പറ്റീറ്റീവ് എക്സാംസിനും മറ്റുമൊക്കെ നല്ല സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. കാരണം അവിടെ ദൈവാനുഗ്രഹം വളരെ കൂടുതലുള്ള സമയമാണ്. പക്ഷെ സ്വദേശത്ത് നിങ്ങൾ എവിടെയാണോ അവിടെ നിൽക്കുന്നവർ ഒരു ചുറ്റിപ്പറ്റി നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ നല്ലതായിട്ട് കാണിക്കുന്നത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് ഒരുമിച്ച് ചേരുന്ന, അതായത് മാതാപിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ ഒരുമിച്ച് ചേരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് പഠിച്ചിരുന്നവരൊക്കെ തിരിച്ച് നാട്ടിൽ അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം വന്നു നിൽക്കുന്നതോ അല്ലെങ്കിൽ അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതോ ആയിട്ടുള്ള ഒരു സാഹചര്യം. ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെ നോക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിൽ കുറേ നാളുകളായിട്ട് ഉണ്ടായിരുന്ന ചില തെറ്റായിട്ടുള്ള ചിന്താഗതികളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അതായത് ചില ധാരണകൾ, ചില വിശ്വാസങ്ങൾ ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചൊരു മാറ്റം ജീവിതത്തിൽ വരുന്നുണ്ട്. വലിയൊരു മാറ്റം ആണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസം ഭാഗ്യം, അതായത് ഭാഗ്യ ജാതകം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, സ്വർണ്ണമായിട്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള സമ്മാനങ്ങൾ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണ് നിങ്ങൾ ഓടി നടന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ, ഒത്തിരി ഓവർ വർക്ക്, നമ്മൾ വർക്കഹോളിക് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുക. കാരണം നിങ്ങൾ റിലാക്സ് ചെയ്യാതെ ഇപ്പോഴും നിങ്ങൾ അമിതമായിട്ട് ജോലി ചെയ്യുന്ന വർക്കഹോളിക്കായിട്ട് ആണ് എങ്കിൽ ഈ ഒരു മാസം ശാരീരികമായിട്ട് അത് നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ക്ഷീണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരം ഫോഴ്സ് ചെയ്ത് നിങ്ങളെ കൊണ്ട് റെസ്റ്റ് എടുപ്പിക്കുക, അതായത് അസുഖങ്ങളായിട്ട് വന്നിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്താൽ അത് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിലിരിക്കേണ്ടി വരില്ല, അല്ലാതെ റിലാക്സ് ചെയ്യാനായിട്ട് വീട്ടിലിരിക്കാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് വിവാഹം സാധ്യമാകുന്ന സമയമാണ്. ഒത്തിരി നാളുകളായിട്ട് വിവാഹം നോക്കി ഇവിടെ ലേറ്റ് മാരേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നാളായിട്ട് വിവാഹം നോക്കിയിട്ട് വിവാഹം നടക്കാത്ത ചില ആളുകൾ സാധാരണ ആളുകൾ പറയുന്ന ഒരു ഇതിൽ നിന്ന് നിങ്ങൾ പ്രായത്തിൽ കുറച്ചധികം കൂടുതൽ പ്രായം ആയി എന്ന് തോന്നുന്നവർ, 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, 35-40 ഒക്കെ വയസ്സായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹാലോചന അല്ലെങ്കിൽ വിവാഹം നടക്കുന്നു എന്ന് തന്നെ പറയാം. പെട്ടെന്നുള്ളൊരു ആലോചനയും വിവാഹം തന്നെ ആയിരിക്കും പലരെ സംബന്ധിച്ചിടത്തോളം അത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മക്കളുടെ വിവാഹവും ആയിരിക്കാം സാധ്യമാകുന്നത്. കാരണം ഇവിടെ പ്രായമായിട്ടുള്ളൊരു വ്യക്തിയാണ് കാണിക്കുന്നത്, ഒരു പൊതുവിൽ പ്രായത്തിൽ നിന്ന് ഉള്ള ഒരു ഇത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ
35 വയസ്സിന് മുകളിലുള്ള ഒരാളാണ് എങ്കിൽ 35, 40, 45 ആ ഒരു പ്രായത്തിലുള്ള ആളുകൾക്ക് വിവാഹ സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.